നമസ്കാരം. ഞാൻ അർജുൻ. ഇന്ന് 2024 നവംബർ 19 ഇൻ്റർനാഷണൽ മെൻസ് ഡേ അഥവാ അന്താരാഷ്ട്ര പുരുഷ ദിനം. പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തിനും അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ചർച്ച ചെയ്യുവാനും നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റോൾ മോഡലാക്കേണ്ട രീതിയിലുള്ള പുരുഷ വ്യക്തിത്വങ്ങളെ കണ്ടെത്താനും അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ആയിട്ടാണ് 1999 മുതൽ ഈ ദിനം ആചരിക്കുന്നത്. പക്ഷെ വളരെ അത്ഭുതമെന്ന് പറയട്ടെ, പലർക്കും ഈ ഒരു ദിനത്തിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. ഈ വർഷത്തെ അന്താരാഷ്ട്ര പുരുഷ ദിനത്തിൻ്റെ തീമായിട്ട് വെച്ചിരിക്കുന്നത് പോസിറ്റീവ് മെയിൽ റോൾ മോഡൽസ് എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള നമ്മൾക്ക് ഒരു ഉദാഹരണമായിട്ട് കാണാൻ പറ്റുന്ന പുരുഷന്മാരെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ കണ്ട് അവരുടെ നല്ല കാര്യങ്ങൾ പഠിക്കുക, ഇതെല്ലാമാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര പുരുഷ ദിനത്തിൻ്റെ തീമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ദിനം എന്തിനാചരിക്കുന്നു? പുരുഷന്മാർ നേരിടുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള വെല്ലുവിളികളെക്കുറിച്ച് അവബോധമുണ്ടാക്കാനും അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും വേണ്ടിയിട്ടാണ് 1999 മുതൽ ഈ ദിനം ആചരിച്ചു തുടങ്ങിയിരിക്കുന്നത്. ചോദിക്കും, പുരുഷന്മാർക്ക് എന്താണ് ഇത്രയ്ക്ക് വെല്ലുവിളികൾ എന്നുള്ളതല്ലേ? ആകെ ആത്മഹത്യാ നിരക്കിൻ്റെ 76% പുരുഷന്മാരാണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിശ്വസിക്കാൻ സാധിക്കും. ജയിലിൽ സ്ത്രീകളെക്കാൾ കൂടുതൽ കാലം കിടക്കേണ്ടി വരുന്നത് പുരുഷനാണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരേ രീതിയിലുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടും അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വധശിക്ഷയ്ക്ക് പുരുഷന്മാരെ മാത്രം ആണ് വിധിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഇങ്ങനെ പോകുന്നു ഒരുപാട് കാര്യങ്ങൾ. മാനസികവും ശാരീരികവുമായിട്ടുള്ള വെല്ലുവിളികൾ ഏതൊരു പുരുഷനും നേരിടുന്നുണ്ട്. സ്ത്രീകൾ നേരിടുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷേ പുരുഷന്മാരും അതേ രീതിയിൽ അത് നേരിടുന്നുണ്ട്. സമൂഹത്തിൻ്റെ പല കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട് വരുമ്പോഴും എന്തുകൊണ്ട് ഈ ഒരു കാര്യം മാത്രം അധികം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളത് വളരെ അതിശയകരമായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും ഈ ഒരു അറിവ് സാക്ഷി TV-യിലൂടെ കൊടുക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നവംബർ 19 അന്താരാഷ്ട്ര പുരുഷ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ റോൾ മോഡൽസ് ആക്കേണ്ട പുരുഷന്മാർ അച്ഛനാണ്, ചേട്ടനാണ്, അധ്യാപകനാണ്, അങ്ങനെ എത്രയെത്ര റോളുകളിലൂടെയാണ് ഒരു പുരുഷന്മാർ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കഷ്ടപ്പാടുകൾ, അവർ നേരിടുന്ന മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നമുക്ക് തിരിച്ചറിയാം. നമുക്ക് പറ്റുന്ന രീതിയിൽ അവരെ നമുക്ക് സഹായിക്കാം. സാക്ഷി TV-യുടെ പ്രേക്ഷകർക്ക് എൻ്റെ ആശംസകൾ. താങ്ക് യു.